ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. സകല എണ്ണത്തിനെയും ഇവിടുന്ന് കെട്ടിച്ചേ പറ്റൂ. ബന്ധു വീടെന്നും പറഞ്ഞ് വെറ്റകൾക്ക് ഇങ്ങനെ നിരങ്ങാൻ നാണമില്ലേ? അതൊക്കെ എന്റെ ഫാമിലി. എവിടെങ്കിലും ചെന്നാ പിന്നെ പിറ്റേ മാസം അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. നമ്മളെ വെള്ളത്തിനും ഒറ്റത്തിനും തല്ലണം. അയ്യോ, മൂത്തവരെ തല്ലാനൊന്നും പാടില്ല സണ്ണിച്ച. തലവട്ടം അപ്പൊ കയറ്റു വട്ടം താവില്ലല്ലോ. ബുദ്ധിവനെ. അതെ, കഴുത്ത് വെട്ടാതെ തന്നെ വേറെ എന്തെല്ലാം പണികൾ കിടക്കുന്നു. ദേഹമാസകലം ചൊറിയുന്ന നായ്ക്കരണ പൊടി വിതറാം. സിഗരറ്റിനകത്ത് ഈർക്കിൽ പടക്കം തിരികെ കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ കുടിക്കുന്ന ചായയില് വയറിളക്കുന്ന പൊടി കലക്കി കൊടുക്കാം. അങ്ങനെ എന്തെല്ലാം മാർഗങ്ങൾ. ആള് കൊല്ലാത്ത സണ്ണിച്ച, ഞങ്ങൾ എന്തേലും ചെയ്യാണേല് അച്ചായൻ ഞങ്ങളെ വഴക്ക് പറയും. സണ്ണിച്ചൻ എന്ത് ചെയ്താലും അതൊരു കുസൃതിയായിട്ട് അച്ചായൻ എടുക്കും. അല്ലേ അളിയ? അതുകൊണ്ട് അളിയൻ പറഞ്ഞു തന്ന വിദ്യകളൊക്കെ നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ചെല്ലേ, ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഇങ്ങനെ അങ്ങനെ ശരിക്കും വലിച്ചിട്ട ക്ലാര, നീ പാൽ ആവശ്യത്തിന് കുടിച്ചല്ലോ അല്ലേ? മക്കളെ, നിങ്ങളെല്ലാം നന്നായി ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? അയ്യെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ കാലത്തെ കാപ്പൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉച്ചയൂട് വരെ നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. ഓക്കെ? 1 2 3 സ്റ്റാർട്ട്. വേഗമാകട്ടെ, പൊക്കിയെടുത്ത് കേട്ടെ. വലക്കൂടിലിടാനുള്ളതാ. എന്റെ കർത്താവേ, അയ്യോ. അയ്യോ, വേഗം. ഓൾ ഫാമിലി പാക്കപ്പ്. ഓ, എന്തൊരാശ്വാസം. അങ്ങനെ എല്ലാരും ആശുപത്രിയിലായി. ഇനി ഒരെണ്ണം ഇങ്ങോട്ട് കിടക്കത്തില്ല. സനജ, നീ മിടുക്കനാണ്, മണ്ടനല്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണോ? പിന്നെ 2 ഫുൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുമോ? ഇല്ല, ഞാൻ കഴിക്കും. നീ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണം. ഏതായാലും കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കി സണ്ണിച്ച. അളിയൻ പറഞ്ഞു തന്ന 3 വിദ്യയില് 2 നിനക്ക് പ്രയോഗിക്കേണ്ടി വന്നുള്ളൂ അല്ലേ? ശവലയും പറഞ്ഞ 3 വിദ്യ ഞാൻ പ്രയോഗിച്ചു. അതെയാ? വയറിളക്കുന്ന വിദ്യ ശവലി ഇപ്പൊ കുടിച്ച ചായയിൽ ഞാൻ പ്രയോഗിച്ചു. കർത്താവേ, വന്ന് ആലീസേ, ഒരു ബക്കറ്റ് വെച്ച് വെള്ളം കൊടുത്തിട്ടോ. കർത്താവേ, എടേ, നിന്റെ ആങ്ങളമാരോട്
എന്റെ ആംബുലൻസിൽ എന്നെ ഒന്ന് ആശുപത്രി എത്തിക്കാൻ പറ. ആലീസേ, ഒരു 3 ബക്കറ്റ് കൂടി കൊണ്ടുപോവാ.